ഇന്ത്യൻ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ സദേൺ റീജിയണൽ കോൺഫറൻസ് ഈ മാസം 29-30 തീയതികളിൽ വയനാട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആർക്കിടെക്റ്റുമാർ, പ്ലാനിംഗ് വിദഗ്ധർ, പോളിസി മേക്കേഴ്സ്, വാസ്തുകലാ വിദഗ്ധർ തുടങ്ങി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏകദേശം 1000-ഓളം ആർക്കിടെക്റ്റുമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരു പ്രധാന നാഷണൽ ഇവന്റാണ്. അത് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നോർത്തേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, സദേൺ റീജിയൻ, അങ്ങനെ പല റീജിയൻസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ കോൺഫറൻസുകൾ വരിക. അതിന് ശേഷമാണ് ഒരു നാഷണൽ കോൺഫറൻസിൽ ഇതിൽ നിന്നെല്ലാം സ്വരൂപിച്ചിട്ടുള്ള ഇതിൻ്റെ അന്തസത്തകളെല്ലാം കൂടി ഒരു ചർച്ചയിലേക്ക് വരികയും അടുത്ത 2 വർഷങ്ങളിലേക്കുള്ള പോളിസി ഡയറക്ടേഴ്സിലേക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസുകളാണ് ഇത് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ സെൻ്ററാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കേരള ചാപ്റ്ററിന് വേണ്ടി ഇത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കണ്ണൂർ തന്നെ ചെയ്യാമായിരുന്ന, അല്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരിനിടയിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്യാമായിരുന്ന ഒരു ഇവൻ്റായിരുന്നു. പക്ഷേ വയനാട്ടിലേക്ക് മാറാനുണ്ടായ പ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമീപകാലത്ത് വയനാട്, പ്രത്യേകിച്ച് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടായ പ്രകൃതി ദുരന്തവും അതിൻ്റെ ആഘാതവും അതിലൂടെ നഷ്ടപ്പെട്ട ജീവിതങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു നേർക്കാഴ്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഗതി പലപ്പോഴും മീഡിയയിലൂടെയും മറ്റ് രാഷ്ട്രീയ മുഖങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും, പ്രത്യേകിച്ച് അന്തർദേശീയ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്ന മെസ്സേജ് വയനാട് മൊത്തമായി ദുരന്തത്തിലാണ്, അല്ലെങ്കിൽ വയനാട് മൊത്തമായി ഒലിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടായതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള ആർക്കിടെക്ട് സംഘടനയാണ്. ഇത് 1919 ആരംഭിച്ചത്. ഈ നാഷണൽ ബോഡിയുടെ സബ് ബോഡിയായിട്ടുള്ള ഓരോ സ്റ്റേറ്റ് ലെവലുണ്ട്. ആ സ്റ്റേറ്റ്സിന് ചാപ്റ്റർ എന്ന് പറയും. അതിൽ ഒരു ചാപ്റ്ററാണ് കേരള ചാപ്റ്റർ. കേരള ചാപ്റ്ററിൻ്റെ അണ്ടറിൽ 9 സെൻറ്റേഴ്സാണ്. ആ സെൻറ്ററിൽ ഒന്നാണ് കണ്ണൂർ സെൻറ്റർ. കണ്ണൂർ സെൻറ്ററിൻ്റെ അണ്ടറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയാണ് ഉൾപ്പെടുന്നത്. സദേൺ റീജിയൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺഫറൻസ് എല്ലാ 2 വർഷം കൂടുമ്പോഴും നടത്തി വരുന്ന ഒരു സംഭവമാണ്. ഇതിൽ കൂടുതലും നാഷണൽ ഇവൻ്റ് ആണെങ്കിലും കൂടുതൽ സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സ് ആണ് കൂടുതലായി പങ്കെടുക്കാറ്. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന. ഈ 5 സ്റ്റേറ്റ്സിന്റെ ഒരു മേജർ കോൺഫറൻസ് ആണ്. ഇതിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ ആർക്കിടെക്ട്സും പങ്കെടുക്കുന്നുണ്ട്. വയനാട് വൈത്തിരി വില്ലേജിലാണ് 2 ദിവസത്തെ സമ്മേളനം നടക്കുന്നത്. പ്രകൃതി ദുരന്തത്തെ തുടർന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ നിശ്ചലമായ വയനാട് ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവേകാനാണ് വയനാട് സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിനോദ് സിറിയക്, സജോ ജോസഫ്, ടി വി ലിജു, അമിത് കമൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.